ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒത്തിരി സന്തോഷത്തോടെയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ നിൽക്കുക. കാരണം ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധ അമ്മയെ നിങ്ങൾക്കിവിടെ എൻ്റെ കൂടെ കാണാം. ഇതുപോലെ ഞാൻ ഗർഭപാത്രത്തിൽ ഉരുവായ നിമിഷം മുതൽ ഇന്ന് വരെ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കൊണ്ട് നടക്കുന്ന എൻ്റെ അമ്മയാണ്. ഒരിക്കൽ ഞാൻ നമ്മുടെ അട്ടപ്പാടി ധ്യാന കേന്ദ്രത്തിൽ പോയപ്പോൾ ബിനോയച്ചൻ എന്നോട് പറഞ്ഞു, അച്ഛൻ്റെ പൗരോഹിത്യം ഇങ്ങനെ നിലനിൽക്കുന്നതിന് കാരണം ഒന്ന് പരിശുദ്ധ അമ്മയും രണ്ട് അച്ഛൻ്റെ അമ്മയുമാണ്. അപ്പോൾ ഇന്ന് എൻ്റെ അമ്മയുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ അമ്മയ്ക്ക് നിങ്ങളിലൂടെ, നിങ്ങളുടെ പ്രാർത്ഥനകളിലൂടെ നന്ദി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എൻ്റെ അമ്മയെയും ഓർക്കുക. അതോടൊപ്പം തന്നെ ഇന്ന് വൈദികരുടെ ഒക്കെ തിരുനാളാണ്. വിശുദ്ധനായ ജോൺ മരിയ വിയാനിയെ പോലെ പ്രാർത്ഥനയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പൗരോഹിത്യം ജീവിക്കുവാനായിട്ട് എല്ലാ വൈദികരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒരു പുരോഹിതൻ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മുറിവ് നൽകിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരെയും പ്രതി എല്ലാ പുരോഹിതരെയും സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ മാപ്പ് ചോദിക്കുകയാണ്. ക്ഷമിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. ബലഹീനരാണ്. പൗലോസ്ലീഹ പറയുന്നത് പോലെ മൺപാത്രത്തിലാണ് ഈ നിധി നൽകപ്പെട്ടിരിക്കുക. ബലഹീനമായ കരങ്ങളിലൂടെയാണ് ഈ പൗരോഹിത്യം ജീവിക്കുക. ഏതെങ്കിലുമൊക്കെ ബലഹീനതകളും വീഴ്ചകളുമൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരോട് ക്ഷമിക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കൂടുതൽ അഭിഷേകത്തോടെ, കൂടുതൽ വിശുദ്ധിയോടെ ജീവിക്കാനായിട്ട് ഓരോ പുരോഹിതർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. ഇതാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിലുള്ള പ്രാർത്ഥന. നമ്മുടെ ജീവിതത്തിൽ കൂദാശകളിലൂടെ ക്രിസ്തുവിനെ പകർന്നു നൽകുന്നവരാണ് ഓരോ പുരോഹിതരും. അപ്പോൾ ആ പുരോഹിതർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരം അവരോടൊപ്പം ഉണ്ടാകട്ടെ. ക്രിസ്തുവിൻ്റെ ഹൃദയത്തിന് അനുയോജ്യരായ പുരോഹിതരെ അവിടുന്ന് വാർത്തെടുക്കാൻ കാരണമാകട്ടെ. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ പറയുന്നുണ്ട്, വിളവധികം വേലക്കാരോ ചുരുക്കം, എന്നാൽ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിനെന്ന്. ഒത്തിരിയേറെ നല്ല പൗരോഹിത്യം, സമർപ്പിത ജീവിതം ഈ സമൂഹത്തിൽ ഇനിയും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥന് ജനങ്ങളെ കണ്ടപ്പോൾ അവരുടെ മേൽ അനുകമ്പ തോന്നി എന്നാണ് പറയുക. പ്രിയമുള്ള പുരോഹിതരെ, പ്രിയമുള്ള സമർപ്പിതരെ, ജനങ്ങളോട്, നമ്മുടെ കൂടെ ജീവിക്കുന്ന ദൈവമേൽപ്പിച്ച ആത്മാക്കളോട് അനുകമ്പയോടെ, സ്നേഹത്തോടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.